ഹായ് ഫ്രണ്ട്സ്, ആർ4ഐയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റിൻ്റെ ഒരു വീക്ക്നെസ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ഏകദേശം 92 പോയിന്റിൻ്റെ ഒരു ഗ്യാപ് ഡൗണിൽ തുടങ്ങിയിട്ട് ഒരു ഘട്ടത്തിൽ 23,990 നിഫ്റ്റി 24,000 മറികടക്കാൻ ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടുകൊണ്ട് 23,869 ഫൈനലായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലാണ് ഹെവി സെല്ലിംഗ് നടന്നത്. ഏകദേശം 1% ആ ഇൻഡെക്സുകളൊക്കെ ഡൗൺ ആയതായിട്ട് കാണാം. ഇന്നത്തെ മാർക്കറ്റിൽ പ്രമുഖ സെക്ടറുകളെല്ലാം പ്രത്യേകിച്ച് ബാങ്കിങ്, IT, ഫാർമ, മെറ്റൽ ഇതൊക്കെ നെഗറ്റീവിലേക്ക് വീണപ്പോൾ ഓട്ടോ, മീഡിയ ഈ 2 സെക്ടറുകൾ മാത്രമാണ് ഗ്രീനിൽ പിടിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. ഓട്ടോ സെക്ടർ സ്റ്റോക്കുകൾ നമുക്കറിയാം, അതിൻ്റെ Q1 റിസൾട്ടുകൾ മികച്ച ഏർണിങ്സ് റിപ്പോർട്ടുകൾ വരുമെന്നുള്ള ഒരു സ്പെക്കുലേഷൻ മാർക്കറ്റിലുണ്ട്. അതുകൂടാതെ പല ബ്രോക്കറേജുകളും പോസിറ്റീവ് റേറ്റിംഗ് പല കമ്പനികൾക്കും കൊടുത്തതുമൊക്കെ ആ സെക്ടറിൽ ഇപ്പോഴും ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മീഡിയ സെഗ്മെന്റ് പോസിറ്റീവ് ആകാൻ കാരണം അവിടെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനാണ്. നമുക്കറിയാം, മീഡിയ സെക്ടർ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറല്ല. നിഫ്റ്റി 50-ൽ 0 വെയിറ്റേജ് ആണ് മീഡിയ സെക്ടറിനുള്ളത്. പ്രധാനപ്പെട്ട മീഡിയ കമ്പനികളായിട്ടുള്ള സൺ TV, സി എൻ്റർടൈൻമെൻറ്റ്, PVR ഇനോക്സ് തുടങ്ങിയവയൊന്നും നിഫ്റ്റി 50-ൽ ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മീഡിയ സെഗ്മെന്റിൽ ഉണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾ പൊതുവെ മാർക്കറ്റ് വിലയിരുത്തുമ്പോൾ പരിഗണിക്കാറില്ല. ഇപ്പോൾ ബ്രണ്ട് ക്രൂഡിൻ്റെ നിലവിലുള്ള റേറ്റ് 98 ലെവലിലേക്ക് ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ മാർക്കറ്റ് ബിയറിഷ് ട്രെൻഡിലേക്ക് പോയതിൽ അത്ഭുതപ്പെടാനില്ല. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില $120 വരെ ഉയർന്നേക്കാമെന്നാണ് പ്രമുഖ ഗ്ലോബൽ ഫൈനാൻഷ്യൽ സർവീസ് റിസർച്ച് സ്ഥാപനമായിട്ടുള്ള ഗോൾഡ്മാൻ സാക്സ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കുകയാണ്. അതേപോലെ സൗദി അറേബ്യയിൽ നിന്നുള്ള ഫ്യൂവൽ ട്രാൻസ്പോർട്ടേഷൻ പൂർണ്ണമായി തടയുമെന്ന് ഹൂത്തികളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൂടാതെ സെക്കൻഡ് ക്വാർട്ടറിൽ ഗ്ലോബൽ ഓയിൽ റിസർവ് ഒരു ഷോർട്ടേജ് വരുമെന്നുള്ള ആശങ്കയും മാർക്കറ്റിൽ നിലവിലുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് ഇപ്പോൾ കുത്തനെ ഉയർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരുമ്പോൾ ഇമ്പോർട്ടിനായിട്ട് കൂടുതൽ $US ചിലവാക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ രൂപ വലിയ തോതിൽ ഇടിയും. അതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇപ്പോൾ 96.6 എന്ന ലെവലിലേക്ക് ഇന്ത്യൻ രൂപി കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇൻഫ്ലേഷനും അതുപോലെ തന്നെ വിലക്കയറ്റവും പെട്രോൾ ഡീസൽ വില ഉയർന്നാൽ ഉണ്ടാകുന്ന ഗതാഗത ചെലവ് വർധനവും ഇതൊക്കെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് വഴിവെക്കും. കൂടാതെ ട്രേഡ് ഡെഫിസിറ്റ് വർദ്ധിക്കുന്നതും രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് തിരിച്ചടിയാവും. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഗോൾഡ്മാൻ സാക്സിൻ്റെ ഈ ഒരു പ്രവചനം ഫോർത്ത് ക്വാർട്ടർ ആകുമ്പോഴേക്കും ശരാശരി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $80 എന്ന ലെവലിൽ നിലനിൽക്കുമെങ്കിലും ഈ ഗൾഫ് മേഖലയിലെ ഈ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷവും അതുപോലെ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷനും നീണ്ടു നിന്നാൽ വില $120 എത്തുമെന്നാണ്. ഇത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ഓയിൽ ആൻഡ് മാർക്കറ്റിംഗ് കമ്പനികളുടെ റിസൾട്ടിൽ പ്രതിഫലിച്ചതായിട്ട് കാണാം. ഇപ്പോൾ BPCLൻ്റെ റിസൾട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ സെയിൽസിൽ 34% വർധനവുണ്ടായിട്ടെങ്കിലും പ്രോഫിറ്റിൽ 155% ലോസാണ് ഇയർ ഓൺ ഇയറിൽ കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 15 ക്വാർട്ടറുകളിൽ ആദ്യമായിട്ടാണ് BPCL ലോസ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരുന്നതിനോട് ആനുപാതികമായിട്ട് രാജ്യത്തെ പെട്രോൾ, ഡീസൽ അതിൻ്റെ ഒരു റീറ്റെയിൽ ആയിട്ടുള്ള വിൽപ്പന അതിൻ്റെ വില ഉയർത്താൻ കമ്പനിക്ക് സാധിക്കുന്നില്ല. കാരണം അവിടെ ഗവൺമെൻറ് പോളിസി വളരെ പ്രധാനമാണ്. അപ്പോൾ അത് കാരണമുള്ള ഒരു നഷ്ടമാണ് ഇപ്പോൾ ഈ കമ്പനികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ LPG വിഭാഗത്തിലും ഭീമമായ നഷ്ടമാണ് ഈ കമ്പനികൾക്ക് ഉള്ളത്. അപ്പോൾ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില 68% വെച്ച് ഉയർന്നത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ വലിയ തോതിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവരുടെ റിസൾട്ടുകളിൽ പ്രതിഫലിക്കുന്നത്. ഇപ്പോൾ BPCL മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള HPCLൻ്റെ റിസൾട്ടിലും ഇത് പ്രതിഫലിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ സെയിൽസിൽ 26% ജമ്പ് ഉണ്ടായിട്ടും പ്രോഫിറ്റിൽ 398% വമ്പിച്ച ലോസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ റീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു ഫ്യൂവൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനി എന്നുള്ള നിലയ്ക്ക് HPCLനെ ഇത് ഏറ്റവും അധികം ദോഷകരമായിട്ടാണ് ബാധിച്ചിരിക്കുന്നത്. ഇതേപോലെ IOCL, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അതിൻ്റെ റിസൾട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. അവിടെയും സമാനമായ ഒരു ലോസ് വരുമെന്നാണ് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഈ വർഷത്തെ ഫസ്റ്റ് ക്വാർട്ടറിൽ ഈ 3 ഓയിൽ ആൻഡ് മാർക്കറ്റിംഗ് കമ്പനികളും ചേർന്ന് ഏകദേശം 74,000 കോടിയുടെ ഒരു നഷ്ടം നേരിട്ടതായിട്ടാണ് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്നും ഈ കമ്പനികൾ റിക്കവർ ചെയ്യണമെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ എണ്ണ വില കുറയുകയോ അല്ലെങ്കിൽ LPG അണ്ടർ റിക്കവറി ആയിട്ട് സർക്കാർ നൽകുന്ന സബ്സിഡി അല്ലെങ്കിൽ അതിൻ്റെ കോമ്പൻസേഷൻ തുക ലഭിക്കുകയോ ചെയ്താൽ മാത്രമേ വരും ക്വാർട്ടറുകളിൽ കമ്പനികൾക്ക് ഈ നഷ്ടം നികത്തി തിരികെ ലാഭത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മൾ മറ്റൊരു ഇവൻ്റ് നമുക്കൊരു സ്റ്റോക്കിൽ കാണുന്നത് റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രമുഖ കമ്പനിയായിട്ട് അനന്തരാജ് അവർ തങ്ങളുടെ വളരെ വേഗത്തിൽ വളരുന്ന ഡാറ്റാ സെൻറ്റർ ക്ലൗഡ് സർവീസ് ബിസിനസ്സിനെ
വേർപെടുത്തിക്കൊണ്ട് ഒരു സ്വതന്ത്ര കമ്പനിയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് തത്വത്തിൽ അംഗീകാരം നൽകിയിരിക്കുകയാണ്. അപ്പോൾ അനന്തരാജിൻ്റെ ഡാറ്റാ സെൻറ്റർ ക്ലൗഡ് ബിസിനസ്സുകൾ വേർപ്പെടുത്തിയിട്ട് അതിന് അശോക് ക്ലൗഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു പേരിലാണ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഡിമേർജ് ചെയ്യുന്ന ഈ ഒരു കമ്പനി BSEയിലും NSEയിലും പ്രത്യേകമായി ലിസ്റ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് ആനുപാതികമായിട്ടുള്ള അശോക് ക്ലൗഡ് ലിമിറ്റഡിൻ്റെ സ്റ്റോക്കുകൾ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് ബിസിനസ്സുകളും വെവ്വേറെ കമ്പനികളാകുന്നതോടെ ഓരോ മേഖലയിലും തന്ത്രപരമായിട്ടുള്ള ഒരു വളർച്ചയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കമ്പനിക്ക് സാധിക്കും. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് കമ്പനി ആകുന്നതോടെ അശോക് ക്ലൗഡിന് ഗ്ലോബൽ ലെവലിൽ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ വിദേശ നിക്ഷേപകരിൽ നിന്നോ ഡാറ്റാ സെൻറ്റർ വികസനത്തിനായിട്ട് നേരിട്ട് ക്യാപിറ്റൽ സമാഹരിക്കാൻ സഹായിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. കൂടാതെ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വാല്യൂ അൺലോക്കിംഗ് ആയിരിക്കും. കാരണം റിയൽ എസ്റ്റേറ്റിൻ്റെയും ഈ ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആകുന്നതോടെ അതിവേഗം വളരുന്ന ഈ ഡാറ്റാ സെൻറ്ററിലുള്ള പ്രത്യേകമായിട്ടുള്ള വാല്യൂ അൺലോക്കിങ് അവിടെ നടക്കും. ഇപ്പോൾ നിലവിൽ അനന്തരാജിന് ഡൽഹി NCR മേഖലയിൽ ഒരു വൻകിട ഡാറ്റാ സെൻറ്റർ വികസിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഹരിയാനയിലെ മനേസർ, റായ്, പഞ്ചകുള എന്നിവിടങ്ങളിലായിട്ട് വലിയ കപ്പാസിറ്റിയുള്ള ഏകദേശം 300 മെഗാവാട്ടോളം കപ്പാസിറ്റിയുള്ള ഡാറ്റാ സെൻറ്റർ പാർക്കുകൾ സ്ഥാപിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഈ ബോർഡ് അനുമതി നൽകിയെങ്കിലും ഈ ഡിമാർജർ പ്രാബല്യത്തിൽ വരണമെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, സെബി, അതുപോലെ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, അതുപോലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പെർമിഷൻ, ക്രെഡിറ്റേഴ്സിൻ്റെ പെർമിഷൻ, ഇതൊക്കെ നേടുന്ന ഒരു ലോങ് പ്രോസസ്സിന് ശേഷം മാത്രമേ ഡിമേർജർ യാഥാർത്ഥ്യമാകുകയുള്ളൂ. അതൊരു ടൈം ടേക്കിംഗ് പ്രോസസ്സായിരിക്കും. നമ്മൾ ഇന്ന് ഇന്ത്യയിലെ പ്രമുഖ ബഹുരാഷ്ട്ര വ്യവസായ ഗ്രൂപ്പായിട്ടുള്ള ITC തങ്ങളുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ പങ്കുവച്ച ബിസിനസ് അപ്ഡേറ്റുകൾ കാണാൻ കഴിയും. അപ്പോൾ ഇന്ത്യയിലെ FMCG മാർക്കറ്റിൽ 2035 ഏകദേശം 8 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് സാധ്യതയാണ് ITC ലക്ഷ്യമിടുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ മാറുന്ന ആവശ്യങ്ങളും അഭിരുചികളും കണ്ടറിയാൻ AI ബേസ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഡാറ്റാ സിസ്റ്റങ്ങൾ കമ്പനി ഉപയോഗിക്കുന്നുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ വരുമെന്നുമാണ് ഇവർ പറയുന്നത്. സ്വന്തമായിട്ട് പുതിയ ബ്രാൻഡുകൾ നിർമ്മിക്കുന്നതിനോടൊപ്പം മാർക്കറ്റിൽ വളർച്ചാ സാധ്യതയുള്ള പുതിയ സ്റ്റാർട്ടപ്പുകളെയും സ്ട്രാറ്റജിക്കലായിട്ടുള്ള ബ്രാൻഡുകളെയും ഏറ്റെടുത്തുകൊണ്ട് കമ്പനിയുടെ ശക്തി വർദ്ധിപ്പിക്കുവാനും ശ്രമിക്കുമെന്നാണ് ITCയുടെ ബിസിനസ് അപ്ഡേറ്റിൽ പറയുന്നത്. അപ്പോൾ ITCയുടെ നോൺ സിഗരറ്റ് ബിസിനസ് ഇപ്പോൾ 14,720 കോടിയായിരുന്ന റവന്യൂ ഇപ്പോൾ 24,200 കോടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സിഗരറ്റ് ബിസിനസ്സിന് പുറമെ ഇന്ത്യയിലെ ഏറ്റവും വലിയ FMCG കമ്പനിയാവുക എന്ന ലക്ഷ്യത്തോടെ ITC നെക്സ്റ്റ് എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലൂടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളും വിപുലമായ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നേറാനാണ് ITCയുടെ ഒരു പദ്ധതി. ഇനി നമ്മൾ ഇന്ന് നിഫ്റ്റിയുടെ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് കോൾ സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ 24,000 എന്ന സ്ട്രൈക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 24,000 വീണ്ടും ഒരു ശക്തമായ റെസിസ്റ്റൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. പുട്ട് സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 23,500 അതുകൊണ്ട് തന്നെ ട്രേഡേഴ്സ് മാർക്കറ്റ് ഇടിയുകയാണെങ്കിൽ 23,500 വരെ ഇത് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ പുട്ട് കോൾ റേഷ്യോ ഇപ്പോൾ 0.68 എന്ന ലെവലിൽ എത്തിയിരിക്കുകയാണ്. അതൊരു ഓവർ സോൾഡ് സോണാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയവും ഒരു റീബൗണ്ടോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് കവറിംഗ് ബൗൺസോ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അതുപോലെ മാക്സ് പെയിൻ ഇപ്പോൾ 24,000 എന്ന ലെവലിലാണ്. അതായത് ഓപ്ഷൻ റൈറ്റർമാർക്കും ഏറ്റവും കുറഞ്ഞ നഷ്ടവും കൂടുതൽ ലാഭവും ലഭിക്കുന്ന ഒരു പോയിന്റാണ് 24,000. ആ ലെവലിലേക്ക് എക്സ്പയറി ഡേയിലേക്ക് മാർക്കറ്റ് എത്തുമോ എന്നുള്ളതാണ് മാർക്കറ്റ് ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.